കഥയുടെ തുടക്കത്തിൽ തൂപ്പുകാരിയായ തങ്ങിനെയാണ് കാണിക്കുന്നത്. അവൾ റോഡ് സൈഡെല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ അതുവഴി പോയ കോടീശ്വരനായ കാറ് നിർത്തി "ഈ ജോലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ" എന്ന് ചോദിച്ച് അവൻ്റെ കാർഡ് കാണിച്ച് ഒരു വലിയ എമൗണ്ട് ഓഫർ ചെയ്യുന്നു. ഹീറോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഹീറോ അവളോട് "ഹീലിയൻ ഫാമിലിയിലെ യങ് മാസ്റ്ററാണ് ഞാൻ. എനിക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി വെറും 3 ദിവസം മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയൂ. നീ ഒരുപാട് കഷ്ടപ്പെടുന്നത് കണ്ട് നിനക്ക് ക്യാഷിന് വല്ല അത്യാവശ്യം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ക്യാഷ് ഓഫർ ചെയ്തെന്ന് പറയുന്നു. അപ്പോൾ തങ്ങ് "വിചിത്രമായ രോഗത്തെക്കുറിച്ച് ഞാൻ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്" എന്ന് പറഞ്ഞ് ഹീറോയുടെ പൾസ് നോക്കുമ്പോൾ ഹീറോയുടെ അവയവങ്ങൾക്കെല്ലാം സാരമായ കേടുപാടുകൾ സംഭവിച്ചു. "നിങ്ങളുടെ രോഗം വിട്ടുമാറാത്തതാണ്. ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിച്ചത്" എന്ന് കേൾക്കുന്ന ഹീറോ "എന്നെ രക്ഷിക്കാൻ പറ്റുമോ" എന്ന് ചോദിക്കുന്നു. സത്യത്തിൽ തങ്ങ് ഒരു ക്ലീനർ മാത്രമല്ല, മെഡിക്കൽ ഫീൽഡിൽ സ്കില്ലുള്ള ഒരു പെൺകുട്ടിയും കൂടിയാണ്. അപ്പോൾ അവിടേക്ക് 3 പ്രബലരായ മെഡിക്കൽ കിങ്, മെഡിക്കൽ ഗോഡ്, മെഡിക്കൽ ഫെയറി ഡോക്ടേഴ്സ് വന്ന് "ഞങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാമെന്ന് പറയുന്നു. ഡോക്ടേഴ്സിലെ 3 ടോപ്പ് ഡോക്ടേഴ്സ് വന്നിരിക്കുന്നത് നിങ്ങളെ രക്ഷപ്പെട്ടു" എന്ന് ഹീറോയുടെ അസിസ്റ്റന്റ് പറയുമ്പോൾ "നിങ്ങൾക്ക് തെറ്റി. അവർക്കൊന്നും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല" എന്ന് അവൾ പറയുന്നു. അപ്പോഴേക്കും ഹീറോ ബ്ലഡ് വൊമിറ്റ് ചെയ്തതിനാൽ അസിസ്റ്റന്റ് ആ 3 ഡോക്ടേഴ്സിനോടും ഞങ്ങളെ ഫോളോ ചെയ്ത് വരാനായി പറയുന്നു. എന്നിട്ട് അവളോടും "നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ വരുമെന്ന് ചോദിക്കുന്നു. ഹീലിയൻ കുടുംബത്തിലെ യങ് മാസ്റ്റർ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം മരിക്കേണ്ട ഒരാളെയല്ല. ഞാൻ വരാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ച് അവളുടെ കുട്ടി റിക്ഷയുമായി പോകുന്നു. ഇവിടെ ഹീറോയുടെ അമ്മയോട് "സാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ 3 ഡോക്ടേഴ്സാണ് വന്നിരിക്കുന്നത്" എന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. എന്നാൽ ആ 3 ഡോക്ടേഴ്സിനും ആരാണോ ഹീറോയെ രക്ഷിക്കാൻ കഴിയുന്നത് അവരെ ഹീറോയെ ഭാര്യയായി സ്വീകരിക്കാമോ എന്ന് ചോദിക്കുന്നു. അതിന് ഹീറോയുടെ അമ്മ സമ്മതിക്കുന്നു. അങ്ങനെ ആ 3 ഡോക്ടേഴ്സും ഹീറോയെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്കാർക്കും തന്നെ ഹീറോയുടെ അസുഖം കണ്ടെത്താനായി സാധിക്കുന്നില്ല. "എന്തു വേണമെങ്കിലും തരാം, എങ്ങനെയെങ്കിലും തൻ്റെ മകനെ രക്ഷിക്കുമോ" എന്ന് അമ്മ കെഞ്ചി പറയുമ്പോൾ "ഞങ്ങളെ കൊണ്ട് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരേയൊരാളെ കൊണ്ട് മാത്രമേ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയൂ. അത് മറ്റാരുമല്ല, ഡ്രാഗൺ മദർ എന്ന് പറയുന്നു. അസിസ്റ്റന്റിനോട് അവരെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാനായി അമ്മ പറഞ്ഞയക്കുമ്പോൾ അവൾ "ഞാൻ പരിശോധിക്കാം" എന്ന് പറയുന്നു. ഒരു ക്ലീനറായ ഇവൾ എങ്ങനെ എൻ്റെ മകനെ രക്ഷിക്കാൻ കഴിയും? ഡോക്ടേഴ്സായ ഞങ്ങൾക്ക് പോലും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവളെ അപമാനിച്ച് അവളെ പുറത്താക്കാനായി ശ്രമിക്കുമ്പോൾ അസിസ്റ്റന്റ് അവരെ തടഞ്ഞു നിർത്തി "ലോകത്തിലെ പ്രബലരായ ഡോക്ടേഴ്സിന് പോലും സാറിൻ്റെ അസുഖം കണ്ടെത്താനായി കഴിഞ്ഞില്ല. ഇവൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒറ്റത്തവണ നോക്കട്ടെ. ഇനി നുണയാണ് പറയുന്നെങ്കിൽ അപ്പോൾ നോക്കാമെന്ന് അസിസ്റ്റന്റ് പറഞ്ഞതുകൊണ്ട് മാത്രം അമ്മ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ആ 3 ഡോക്ടേഴ്സിനും ചെയ്യാൻ പറ്റാത്തത് അവൾ അവളുടെ കയ്യിലുണ്ടായ ഒരു സൂചിയെടുത്ത് ഹീറോയുടെ തലയിൽ കുത്തിവെക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ബോധം കെട്ട് കിടന്ന ഹീറോയ്ക്ക് ബോധം വരികയും എന്നാൽ പെട്ടെന്ന് തന്നെ ബോധം പോകുന്നു. എല്ലാവരും ചേർന്ന് അവളെ കുറ്റപ്പെടുത്താനായി തുടങ്ങി. അപ്പോൾ "നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പൾസ് ഒന്ന് ചെക്ക് ചെയ്യാനായി തങ്ങ് പറഞ്ഞതും 3 ഡോക്ടേഴ്സിലെ ഒരു ലേഡി വന്ന് പൾസ് ചെക്ക് ചെയ്യുന്നു. എന്നാൽ അവർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഹീറോയുടെ അസുഖം സുഖപ്പെട്ടിരിക്കുന്നു. ഇവർക്ക് പോലും സാധിക്കാത്തതെങ്ങനെ ഒരു ക്ലീനറായ നീ എങ്ങനെ സാധിച്ചെടുത്തു? അവർക്ക് ഷോക്ക് ആവുകയാണ്. "സത്യത്തിൽ നീ ആരാണെന്ന് ചോദിക്കുന്നു. "ഞാനൊരു ക്ലീനർ മാത്രമാണ്" എന്ന് പറഞ്ഞ് അവൾ പോവുകയാണ്. അതിനുശേഷം അവൾ നാട്ടിലേക്ക് വരികയാണ്. അവിടെ വെച്ച് അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണുകയും അവൻ വന്നത് തന്നെ അവൻ്റെ വിവാഹം ക്ഷണിക്കാനായിട്ടാണ്. ഇവൾ വെറും ഒരു ക്ലീനർ ആയതുകൊണ്ട് തന്നെ അവൻ്റെ കുടുംബത്തിന് നാണക്കേടാണ് ഉണ്ടാകുമെന്ന് കരുതി അവളുമായി ബ്രേക്കപ്പ് ചെയ്ത് അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന കാര്യം പറഞ്ഞിട്ട് പോകുന്നു. അന്നേരം ഒരു ലേഡി പറന്ന് വന്ന് തൻ്റെ വിവാഹത്തിന് ലോകത്തിലെ തന്നെ ഉന്നതിമാരായ ആൾക്കാരെ ക്ഷണിക്കണമെന്ന് പറയുകയും ഹാള് നല്ല രീതിയിൽ ആഡംബരമായി അലങ്കരിക്കണമെന്ന് ഏൽപ്പിക്കുന്നു. ശേഷം തങ്ങിൻ്റെ അമ്മ വന്ന് "നമുക്ക് അച്ഛനെ കാണാൻ പോകാം. അദ്ദേഹത്തിന് തീരെ പാടില്ല എന്നാണ് പറഞ്ഞു കേട്ടത്" എന്ന് പറയുമ്പോൾ അവൾക്ക് പോകാൻ തന്നെ ഒട്ടും താല്പര്യമില്ല. കാരണം അവളുടെ അമ്മയ്ക്ക് സ്വത്തുക്കൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ ഒരു കോടീശ്വരിയായ ലേഡിയെ കല്യാണം കഴിച്ച് അതിനുശേഷമാണ് ഇവരെ രണ്ടുപേരും പുറത്താക്കിയത്. എന്നിരുന്നാലും ഇവളാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെ അവളുടെ അച്ഛൻ ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഹീറോയുടെ സ്റ്റെപ്പ് സിസ്റ്ററും ബോയ് ഫ്രണ്ടും കൂടി വിവാഹ ഒരുക്കങ്ങളെക്കുറിച്ച് കൊഞ്ചിക്കൊള്ളുകയായിരിക്കും. ചെക്ക്
ചെയ്ത ഡോക്ടറിനോട് അച്ഛൻ തൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്, രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുന്നു. കരളും കിഡ്നിയുമെല്ലാം ഡാമേജായി. ഇനി ഈ ലോകത്ത് ഒരേയൊരാൾക്ക് നിങ്ങളുടെ അസുഖം സുഖപ്പെടുത്താനേ കഴിയൂ. അത് മറ്റാരുമല്ല, ഡ്രാഗൺ മദറാണ്. മരിക്കാൻ പോകുന്നവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞതും അവർ എവിടെയാണുള്ളതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് തങ് വരുന്നു. അതിന് തങ് ഫാമിലിയിലെ സ്വത്തുക്കൾ 2 പെൺമക്കളിൽ ആർക്കാണ് കൊടുക്കേണ്ടെന്നൊരു തീരുമാനമെത്തണമെന്നും എൻ്റെ അമ്മയെ ഇവിടുന്ന് ഒരു ദാക്ഷിണ്യമില്ലാതെയാണ് അടിച്ച് പുറത്താക്കിയത്, അതിന് നിങ്ങൾ മുട്ടുകുത്തി ക്ഷമ പറയണമെന്ന് തങ് പറയുമ്പോൾ അവളുടെ തൂപ്പ് ജോലി കൊണ്ട് പണം സമ്പാദിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി കാണും. അതാണ് ക്യാഷിന് വേണ്ടി തിരിച്ചു വന്നതെന്ന് പറഞ്ഞ് തങ്ങിനെ അപമാനിക്കുന്നു. അവരുടെ തർക്കം കാരണം അച്ഛൻ അവരോട് മിണ്ടാതിരിക്കാനായി പറഞ്ഞ് തൻ്റെ ജീവൻ രക്ഷിക്കാനായി വേണ്ടി അവൾ പറഞ്ഞ ഡിമാൻഡിന് സമ്മതിക്കുകയും ഷെയർ ഹോൾഡേഴ്സിനോട് ജനറൽ മീറ്റിംഗ് തുടങ്ങാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ജനറൽ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. അവിടെ വെച്ച് എൻ്റെ അസുഖം മൂർച്ഛിച്ചു വരികയാണ്. പിന്നീട് ഭാവിയിൽ എനിക്ക് കമ്പനി കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് സാധിക്കില്ല. അതിനായിട്ട് എൻ്റെ 2 പെൺമക്കളിൽ ഒരാൾക്ക് ഏൽപ്പിക്കുകയാണ്. പക്ഷേ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കുടുംബസ്വത്ത് ലഭിക്കുക. എന്നാൽ വന്നവർ എല്ലാവരും തങ്ങിൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററിനായിരിക്കും വോട്ട് മുഴുവൻ. തങ് വെറും ഒരു തൂപ്പുകാരിയായതുകൊണ്ട് തന്നെ ഇവൾ എങ്ങനെ കമ്പനി നോക്കാനാണ് എന്ന് കരുതി തങ്ങിനെ ആർക്കും വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ തങ്, നിങ്ങൾ ഇവളെ സെലക്ട് ചെയ്താൽ ഭവിഷ്യത്താണ് നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് തങ് ഒരു കോള് ചെയ്യുകയും നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഇപ്പോൾ തന്നെ എത്തുമെന്ന് പറഞ്ഞു പോകുന്നു. എല്ലാവരും തങ്ങിനെ ആക്ഷേപിക്കുകയാണ്. അതിനാൽ അവൾ 3 ദിവസത്തിനുള്ളിൽ എൻ്റെ ബോയ് ഫ്രണ്ടിനോടൊപ്പം എൻ്റെ വിവാഹം നടക്കും. അതിനായിട്ട് എല്ലാവരെയും കൂടി ക്ഷണിക്കുന്നു. അന്നേരം അവളുടെ അച്ഛന് തങ് ഗ്രൂപ്പ് ഷെയർസ് എല്ലാം 90% ആയി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കോൾ വരുന്നു. യഥാർത്ഥത്തിൽ അവളൊരു ക്ലീനർ മാത്രമല്ല, അവൾക്ക് സ്വന്തമായിട്ട് ഒരു വലിയ ബിസിനസ്, അതുപോലെ തന്നെ മരിക്കാൻ പോകുന്നവരെ ജീവൻ രക്ഷിക്കുന്ന ഡ്രാഗൺ മദർ, അതും ഇവളാണ്. ശേഷം തങ് അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം ഹീറോയും അസിസ്റ്റന്റ് കാണുകയും ഹീറോയുടെ ജീവൻ രക്ഷിച്ചത് തങ്ങായതുകൊണ്ട് തന്നെ ഇനി ഇവളാണ് ഡ്രാഗൺ മദർ എന്നും അവളെക്കുറിച്ചുള്ള എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഹീറോ അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം തങ്ങിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ വെഡ്ഡിംഗ് ഫംഗ്ഷൻ വരികയാണ്. വെഡ്ഡിങ്ങിനായി ബോയ് ഫ്രണ്ടിൻ്റെ വീട്ടുകാർ ക്ഷണിച്ചായി എല്ലാവരും കോടിക്കണക്കിന് വിലമതിക്കുന്ന സമ്മാനങ്ങളുമായിട്ടാണ് വരുന്നത്. എന്നാൽ തങ്ങ് ക്ഷണിച്ചവർ മിക്കതും അവൾ ക്ലീനറായിട്ട് ജോലി ചെയ്യുന്ന അവിടെയുള്ള ക്ലീനേഴ്സിനെ ആയിരിക്കും. എന്നാൽ അവരുടെ കയ്യിലുള്ള മിച്ചത്തുകയായിരിക്കും അവൾക്ക് സമ്മാനമായിട്ട് നൽകുക. അത് കാണുന്ന ബോയ് ഫ്രണ്ടിൻ്റെ വീട്ടുകാർക്ക് നാണക്കേട് വരികയും ഇവറ്റങ്ങളെ ആരാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്, തങ്ങളുടെ സ്റ്റാറ്റസിനെയാണ് ബാധിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നവർ തന്നെ ബിസിനസ് സെലിബ്രിറ്റികളും റിച്ചസ്റ്റ് മാനുകളാണ്, നീ ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഇവരെ കൂട്ടിക്കൊണ്ടു വന്നത്, അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം നടക്കില്ലെന്ന് പറയുന്നു. അപ്പോഴേക്കും ബോയ് ഫ്രണ്ട് സ്റ്റേജിൽ കയറി, ഇന്നെൻ്റെ വിവാഹമാണ്, പക്ഷെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് തങ്ങിനല്ല, അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററിനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നെന്ന് പറയുന്നു. എന്നാൽ അവൾ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വിവാഹ ചടങ്ങിൽ വന്നിരുന്നത്. ഒരു ക്ലീനറായ തങ്ങിനെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും, എൻ്റെ നിലവാരം തന്നെ പോകില്ലേ, ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും, അതുകൊണ്ട് തങ് ഫാമിലിയിലെ ഏക അവകാശിയായ അവളുടെ അനിയത്തിയാണ് ഞാൻ വിവാഹം ചെയ്യുന്നെന്ന് പറയുന്നു. തങ് വെറും ക്ലീനറാണെന്ന് കരുതി എല്ലാവരും അവളെ ക്ഷണിച്ചവരെയും അപമാനിക്കുന്നു. ഇതെല്ലാം ഹീറോയുടെ അസിസ്റ്റന്റ് കാണുകയും ഹീറോയോട് അവളുടെ ബോയ് ഫ്രണ്ട് വിവാഹം കഴിക്കാൻ പോകുന്നത് അവളെല്ലെന്നും അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററെയാണ് കഴിക്കാൻ പോകുന്നതെന്ന് അറിയിക്കുന്നു. പോരാത്തതിന് ക്ലീനർ എന്ന് പറഞ്ഞ് അവളെ എല്ലാവരും ചേർന്ന് അപമാനിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഹീറോയുടെ ജീവൻ രക്ഷിച്ച് അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോകുന്നു. അങ്ങനെ ഹീറോ തങ്ങിനെ പ്രപ്പോസ് ചെയ്യാനായി വരുന്നു. ഹീറോ വരുന്നത് കണ്ട് തങ്ങിന്റെ അച്ഛൻ തന്റെ മകളുടെ കല്യാണത്തിന് കൂടാനാണെന്ന് കരുതി സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ ഇവളെ ഒന്നും കാണാനല്ല വന്നെന്ന് പറഞ്ഞ് നേരെ തങ്ങിന്റെ അടുത്തേക്ക് പോയി തങ്ങിനെ വിവാഹം കഴിക്കാനായി പ്രപ്പോസ് ചെയ്യുന്നു. അതിനായിട്ട് വിലമതിക്കുന്ന ഗിഫ്റ്റുമായിട്ടാണ് ഹീറോ വന്നത്. ഹീറോ കൊണ്ടുവന്ന ഗിഫ്റ്റ് എല്ലാം കാണുമ്പോൾ ഷോക്കാവുകയും അപ്പോഴേക്കും അവളുടെ അച്ഛൻ ഹീറോയോട് നിങ്ങൾക്ക് തെറ്റുപറ്റി, ഇവളെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടവളാണ്, ഇതാണ് എൻ്റെ മകളെന്ന് പറഞ്ഞതും ഹീറോ അച്ഛനൊരടി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവളാരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, എനിക്ക് തെറ്റ് പറ്റിയില്ലെന്ന് പറയുന്നു. എന്നിട്ട് ഹീറോ തങ്ങിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് തൻ്റെ ബോയ് ഫ്രണ്ടിനെക്കാട്ടും ഹീറോയാണ് ബെറ്റർ എന്ന് കരുതി തങ്ങ് ഹീറോയെ വിവാഹം കഴിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവർ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവളുടെ ബോയ് ഫ്രണ്ട് അനിയത്തിയും കൂട്ടി സ്റ്റേജിൽ കയറി തങ്ങിനോട് ഇത് എൻ്റെയും ഇവളുടെ വിവാഹമാണ് നടക്കേണ്ടത്, നിങ്ങൾ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി വിവാഹം കഴിക്കാനായി പറഞ്ഞതും ഹീറോ ബോയ് ഫ്രണ്ടിൻ്റെ കരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നു.
ബോയ് ഫ്രണ്ട് എല്ലാവർക്കും മുന്നിൽ ഹീറോയെ നാണം കെടുത്താനായി വേണ്ടി തന്നെ എൻ്റെ കമ്പനി ഹീറോയുടെ കമ്പനിയേക്കാൾ മുൻപന്തിൽ നിൽക്കാൻ പോവുകയാണ്. ടെമ്പിൾ ഗ്രൂപ്പ് കമ്പനിയിൽ ഞാൻ 30 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങാനും കിട്ടിയാൽ തന്നെ ഞാൻ നിന്റെ കമ്പനി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ അടിക്ക് നീ എല്ലാവരുടെ മുന്നിൽ എന്നോട് ക്ഷമ പറയാനായി ബോയ് ഫ്രണ്ട് പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് ടെമ്പിൾ ഗ്രൂപ്പിലെ ലോർഡ് സിൽവർ ഡ്രാഗൺ വരുന്നു. അദ്ദേഹം വന്നിരിക്കുന്നത് ടെമ്പിൾ ഗ്രൂപ്പ് കോൺട്രാക്ട് ബോയ് ഫ്രണ്ടുമായി സൈൻ ചെയ്യാനാണ്. എന്നാൽ തങ് അതിന് ഒട്ടും സമ്മതിച്ചില്ല. അതിൻ്റെ ഓണർ താനാണെന്ന് പറയുമ്പോൾ ആരും തന്നെ അത് വിശ്വസിക്കുന്നില്ല. അവൾ എല്ലാവർക്കും മുന്നിൽ അവളുടെ കമ്പനിയിലേക്ക് വിളിച്ച് ബോയ് ഫ്രണ്ടിൻ്റെ 13 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻസൽ ചെയ്യാനായി പറയുന്നു. എന്നാൽ അവർ അത് വലിയ കാര്യമായിട്ട് എടുക്കാതെ കോൺട്രാക്ട് സൈൻ ചെയ്യാനായി പോകുമ്പോഴേക്കും ലോർഡ് സിൽവർ ഡ്രാഗന് ഒരു കോൾ വരികയാണ്. ലോർഡ് സിൽവർ ഡ്രാഗന് ബോയ് ഫ്രണ്ടിൻ്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനായി കോൾ വരുന്നു. അത് കേട്ട് എല്ലാവരും ഷോക്കാവുകയാണ്. ഇത് ലോർഡ് ഡ്രാഗൺ മദറിൻ്റെ ഡയറക്റ്റായിട്ട് പറഞ്ഞ ഓർഡറാണ് ക്യാൻസൽ ചെയ്യാൻ എന്ന് കേൾക്കുമ്പോൾ അത് എങ്ങനെ, ഇവൾ വെറും ഒരു ക്ലീനറല്ലേ, ഇവൾ എങ്ങനെയാണ് ഡ്രാഗൺ മദർ ആകാൻ പറ്റും എന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുമ്പോൾ അവളുടെ കയ്യിലുള്ള ഫോൺ ഇനി ഡ്രാഗൺ മദറിന്റെ ഫോണാകുമെന്ന് കരുതി അവളെ വീണ്ടും ചൊറിയാനായി ചെല്ലുമ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്താണ് ഇവൾ എല്ലാവരും ഫൂൾ ആക്കുകയാണെന്ന് പറയുമ്പോൾ അങ്ങനൊന്നും സംഭവിക്കില്ല. ഡ്രാഗൺ മദർ എങ്ങനെ എല്ലാവർക്കും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഡ്രാഗൺ മദർ ഇവളാണെന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്നതായിരിക്കുമെന്നതാണെന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ട് പോലീസിനെ വിളിക്കാനായി പറയുന്നു. പോലീസ് വരുമ്പോൾ അവളുടെ അമ്മ ഇവൾ എന്തൊക്കെയോ മണ്ടത്തരം പറഞ്ഞതാണ്, അവളെ അറസ്റ്റ് ചെയ്യരുതെന്ന് കാല് പിടിച്ച് പറയുമ്പോൾ സത്യത്തിൽ അമ്മയ്ക്കും അറിയില്ല തങ് ആരാണെന്നുള്ള കാര്യം. അപ്പോൾ തങ്ങിന്റെ വിവാഹത്തിന് പങ്കെടുക്കാനായി ഗവർണർ വരുന്നു. ഗവർണറെ വിളിച്ചത് മറ്റാരുമല്ലായിരിക്കും, തങ്ങാണ്. ഗവർണർ കൊണ്ടുവന്ന ഗിഫ്റ്റ് എല്ലാം തങ്ങാണെന്ന് കരുതി സ്റ്റെപ്പ് സിസ്റ്ററിന് കൊടുക്കുന്നു. അപ്പോൾ തങ്ങിന്റെ അസിസ്റ്റന്റ് വന്ന് അവളല്ല മിസ്റ്റർ തങ്, ഹീറോയിനെ കാണിച്ച് ഇതാണ് തങ്, അതായത് ലോർഡ് ഡ്രാഗൺ മദർ, വിവാഹത്തിന് വിളിച്ചത് ഞാനാണെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ഗവർണറിനെ കോൾ ചെയ്യുമ്പോഴാണ് സത്യം അറിയുന്നത്. തങ്ങാണ് ലോർഡ് ഡ്രാഗൺ മദർ പറഞ്ഞ് അവൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്നു. എന്നിട്ട് തങ്ങിനെ പിടിക്കാൻ വന്ന പോലീസിനെ ഫയർ ചെയ്യുകയാണ്. ശേഷം തങ്ങിന്റെ വിവാഹത്തിന് പങ്കെടുക്കാനായി പ്രമുഖരായ എല്ലാവരും തങ്ങിന്റെ വിവാഹ ആശംസകൾക്ക് നൽകാനായി വരുന്നു. എന്നാൽ വന്നവർക്ക് ഡ്രാഗൺ മദറിനെ ആദ്യമായിട്ട് കണ്ടതിനാൽ സന്തോഷമാകുന്നു. അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുകയാണ് തങ്ങാണ് ആ ഡ്രാഗൺ മദർ എന്ന്. എന്നിട്ട് അവളുടെ അച്ഛൻ്റെയും ബോയ് ഫ്രണ്ടിൻ്റെ കമ്പനി ഇല്ലാതാക്കുകയും അവരെല്ലാവരും അവിടുന്ന് പുറത്താക്കുന്നു. തങ്ങിനെ മാത്രം സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ മുന്നിൽ നിർത്തി ഹീറോയെ തങ് വിവാഹം കഴിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് അറിയിക്കണേ.